ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് ആര്യ ഹിയർ. ഇതാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഫസ്റ്റ് ലോങ് വീഡിയോ. 2025 സ്റ്റാർട്ടിങ്ങിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ. പക്ഷേ ഓൺ വോയിസ് കൊടുക്കാനായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും ഒരു റെഫറൻസിന് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയിട്ടും ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലിൽ കൂടുതലായിട്ടും ജേർണലിംഗ് വീഡിയോസ് ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റഗ്രാം റീൽസും ഒക്കെ കാണുമ്പോൾ ഒരുപാട് പേര് ജേർണലിംഗ് വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് അവരിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അസൈൻമെൻറ്റ്, പ്രോജക്റ്റ് ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക്. ഉള്ളിലെ കണ്ടൻറ്റിനേക്കാൾ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഫ്രണ്ട് പേജ് കൂടുതൽ ഡെക്കറേറ്റീവായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിലായിരുന്നു. ബുള്ളറ്റ് ജേർണലിൻ്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. പലതരം ജേർണൽസ് വേറെയുണ്ട്. ആർട്ട് ജേർണൽ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, അങ്ങനെ പലതരം ജേർണൽസ് ഉണ്ട്. ഞാനിപ്പോൾ ബുള്ളറ്റ് ജേർണൽ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജേർണൽ ചെയ്തു തുടങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയാത്തതുകൊണ്ട് ബിഗിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ലൈഫിനോടും ഈ ഒരു ജേർണലിങ്ങിനോടും പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. ഇനി നമുക്ക് ഇതിൽ തന്നെ മറ്റ് ജേർണൽസും ആഡ് ചെയ്യാൻ പറ്റും. ആർട്ട് ജേർണലിൻ്റെ ഫോർമാറ്റിൽ ഇതിനെ ചെയ്യാൻ പറ്റും. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൻ്റെ ഫോർമാറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ പറ്റി തന്നെ ചിലപ്പോൾ എല്ലാവരോടും പറയാൻ പറ്റിയെന്ന് വരില്ല. ഇനി പറയാൻ പറ്റിയാലും അത് അവരെത്രത്തോളം മനസ്സിലാക്കുമെന്ന് നമുക്കറിയില്ല. ചിലർ നമ്മളെ ഒപ്പോസ് ചെയ്തൊന്നും വരാം. അപ്പോൾ ജേർണലിങ് ചെയ്തു തുടങ്ങിയാൽ നമ്മളെ കേൾക്കാനും മനസ്സിലാക്കാനും നമ്മോടൊപ്പം ഒരാളുള്ള പോലെയാണ് നമുക്ക് തോന്നുക. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ബുക്കിൽ നമ്മൾ എഴുതി വയ്ക്കുന്ന ഒരു ഫോർമാറ്റാണ്. പക്ഷെ ചില സിറ്റുവേഷനിൽ അത് നമുക്ക് ജീവനുള്ളൊരു ഫ്രണ്ടായിട്ട് തോന്നും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് എഴുതുന്നത്. എനിക്ക് ഈ മാസത്തെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തിരുന്നു. ഞാനിത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. അതിൽ രാവിലെയോ വൈകിട്ടോ ഒരു അരമണിക്കൂർ ജേർണലിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ പറ്റും. അതായത് നമ്മുടെ സ്പെഷ്യൽ ഇവൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കാനോ, എന്തെങ്കിലും ബിൽസ് കൊടുക്കാനുള്ളത്, പേയ്മെൻ്റൊക്കെ അടയ്ക്കാനുള്ളത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനോ, ഗ്രോസറീസ് തീർന്നു പോയത് നോട്ട് ചെയ്ത് വെക്കാനോ, എല്ലാത്തിനും നമ്മുടെ ഈ ബുക്ക്, നമ്മുടെ ഈ ജേർണൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് പല കാര്യങ്ങളിലും പ്രീ പ്ലാൻഡ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിലൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്യും. അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ് നമ്മുടെ ജേർണൽ, ബുള്ളറ്റ് ജേർണൽ എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ഇടയ്ക്ക് മറന്നു പോകുന്ന ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് നമുക്ക് ഈ ബുള്ളറ്റ് ജേർണൽ തരുന്നത്. അതുപോലെ ആർട്സും ക്രാഫ്റ്റും ഇഷ്ടമുള്ള കുറേ പേരുണ്ടായിരിക്കും. ജസ്റ്റ് നമുക്കൊരു ബുക്കും പെന്നും കുറച്ച് കളർ പെൻസിൽസും ഒക്കെ കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ജേർണൽ ചെയ്യാവുന്നതാണ്. അതുപോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. വീട്ടിലെ ജോലികൾ കഴിഞ്ഞാൽ ഫ്രീ ടൈം കിട്ടുന്നവരുണ്ടാവും. അവർക്കൊക്കെ പരമാവധി ഓവർ തിങ്ക് ചെയ്ത് പല ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലോട്ട് പോവാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയാൽ ഒരുപാട് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഇത് ബുള്ളറ്റ് ജേർണൽ ആയതുകൊണ്ട് തന്നെ നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാനും, അതുപോലെ പിറ്റേ ദിവസമാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് ചെയ്തോ എന്ന് നോക്കാനും ഒക്കെ നമുക്ക് ഈ ബുള്ളറ്റ് ജേർണൽ ഹെൽപ്പ് ചെയ്യും. എന്തായാലും ചെയ്യാൻ പറ്റുന്നവരൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നമ്മുടെ ജേർണൽ മൊത്തമായിട്ടൊന്ന് കാണാം. ഫസ്റ്റ് പേജിൽ വെൽക്കം ടു മൈ ജേർണൽ എന്ന് എഴുതി കൊടുത്തു. നെക്സ്റ്റ് പേജിൽ ദിസ് ബുക്ക് ബിലോങ്സ് ടു ആര്യ എന്ന് എഴുതി കൊടുത്തു. 2025 2 ലീഫൊക്കെ വരച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. നെക്സ്റ്റ് പേജ് ഫ്യൂച്ചർ ലോഗാണ്. അതിൽ ഈ വർഷം ജനുവരി മാസം തൊട്ട് ഡിസംബർ മാസം വരെയുള്ള എല്ലാ കലണ്ടറും മൊത്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുത്തു.
ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തു. നെക്സ്റ്റ് പേജിൽ എബൌട്ട് മീ ആണ്. ഞാൻ എന്നെ പറ്റി ഒന്ന് എഴുതി കൊടുത്തു. ഞാൻ ആരാണ്, എന്താണ്, അതൊക്കെ എഴുതി കൊടുത്തു. നെക്സ്റ്റ് പേജ് ഗോൾസ് ഓഫ് ദ ഇയർ ആണ്. ഈ ഇയറിൽ എനിക്ക് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഗോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സ്പേസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും എനിക്ക് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുതാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ട്രാക്കേഴ്സ് ആണ്. ഫസ്റ്റ് പീരീഡ്സ് ട്രാക്കറാണ്. അതിന് വേണ്ടിയിട്ട് ജനുവരി തൊട്ട് ഡിസംബർ വരെ ഓരോ മാസത്തിനും ഓരോ ബോക്സ് വരച്ചു കൊടുത്തു. അതിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അതിൽ വേണ്ട ഡേറ്റ്സ് ഒക്കെ നമുക്ക് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ഗ്യാസ് റീഫില്ലിങ്ങിൻ്റെ ട്രാക്കറാണ്. അതെനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഗ്യാസ് റീഫിൽ ചെയ്തിട്ട് നമ്മൾ എത്ര നാൾ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ആവശ്യമുള്ളവർക്ക് മാത്രം മതി കേട്ടോ അതൊക്കെ. ഇനി ഹാബിറ്റ് ട്രാക്കേഴ്സാണ്. നമുക്ക് ഈ ഇയറിൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂ ടു മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹാബിറ്റ്സ് എഴുതി കൊടുത്തു. നെക്സ്റ്റ് ഓരോ ഹാബിറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് അതിനെല്ലാത്തിനും 31 ബബിൾസ് ഇട്ട് കൊടുത്തു. ഓരോ ദിവസം നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബബിൾ ഏതെങ്കിലും ഒരു കളർ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഐഡിയ വെച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഒരു പേജ് ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇനി പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പേജും കൂടെ അവിടെ വെറുതെ ഇട്ടിരിക്കുന്നത്. നെക്സ്റ്റ് മൂഡ് ട്രാക്കറാണ്. നമ്മുടെ ഓരോ ദിവസത്തെ മൂഡ് എങ്ങനെയായിരുന്നു നമ്മളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ, ഒരു ദിവസം ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ആ ദിവസം നമ്മൾ ഹാപ്പി ആയിരുന്നോ, സാഡ് ആയിരുന്നോ, നോർമൽ ഡേ ആയിരുന്നോ, സ്പെഷ്യൽ ഡേ ആയിരുന്നോ എന്നൊക്കെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മൂഡ് ട്രാക്കർ. അതിന് വേണ്ടിയിട്ട് ഓരോന്നിനും കീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ കളേഴ്സാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് മന്ത്ലി പ്ലാനിങ് ആണ്. അതിന് വേണ്ടിയിട്ട് വീണ്ടും ജനുവരിയിലെ കലണ്ടർ വരച്ചു കൊടുത്തു. താഴെയായിട്ട് ഡേറ്റ്സ് ടു റിമെമ്പർ ആൻഡ് സ്പെഷ്യൽ ഇവൻറ്റ്സ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ തിങ്സ് ടു ഡു ഇൻ ദിസ് മന്ത്. ഈ മാസത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്ത് തീർക്കണം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും, എന്നാലും അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് വീക്ക്ലി പ്ലാനിങ് ആണ്. ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കിച്ചണിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓരോ ദിവസം മെനു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ. വീക്ക്ലി പ്ലാൻ ചെയ്യാം, നമുക്ക് ഓരോ ദിവസത്തേക്കും വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും, എന്നാലും കുറച്ചും കൂടെ പ്രീ പ്ലാൻഡ് ആയിട്ടിരുന്നാൽ കുറച്ചുകൂടെ യൂസ്ഫുള്ളായിരിക്കും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഈ വീക്ക്ലി പ്ലാനിങ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗ്രോസറി റീഫിൽ ചെയ്യാനും വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി വെക്കാനും ഒരു ദിവസം എന്തുണ്ടാക്കണം എന്നുള്ളത് മുന്നേ നമുക്ക് തീരുമാനിച്ച് വെക്കാനും ഒക്കെ ഇത് യൂസ്ഫുള്ളായിരിക്കും. വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4 അങ്ങനെ 4 ആഴ്ചത്തേക്കുള്ളതും ഇവിടെ പ്രീ പ്ലാൻഡ് ആയിരിക്കും. ഇതാണ് എൻ്റെ ജനുവരി മാസത്തെ ജേണൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.